നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പ്ലോട്ടിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇതിപ്പോൾ കാണാൻ പറ്റും, ഇത് ഏകദേശം ഒരു 2 ഏക്കറുള്ള പ്ലോട്ടാണ്. ഇവിടുത്തെ ഡ്രിപ്പ് ഇറിഗേഷനും മൾച്ചിങ്ങിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ, എന്താണ്, എങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇവിടെ പന്തൽ കൃഷിയാണ്. പീച്ചിൽ, പാവൽ, പടവലം, കുക്കുംബർ, ഇത്ര ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സുരക്ഷിതമായ പച്ചക്കറി കൃഷി എന്നുള്ളൊരു ലേബലിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈറ്റ് ഇറ്റ് സേഫ് എന്നാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഘടകം നമ്മൾ തുടങ്ങുന്നത് മോട്ടറിൽ നിന്നാണ്. ഇവിടെ ശരിക്കും 1.5 HP മോട്ടറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിന് 2 ഇഞ്ചിൻ്റെ ഇന്നും 1.5 ഔട്ടുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫോഴ്സിൽ വെള്ളം തള്ളാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. ഇതാണ് നമുക്ക് പുറത്ത് വരുന്ന സിസ്റ്റം. ഇതാണ് നമ്മുടെ ഔട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ 1.5 ഔട്ട് വരുന്നത് ഇതാണ്. ഇത് നമുക്ക് വെഞ്ചുറി സിസ്റ്റമാണ്. ഇതിലൂടെയാണ് നമ്മൾ വളം കയറ്റി വിടുന്നത്. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്ലോട്ടാണ്. ഇത് 1.5 പൈപ്പ് വന്ന് ഇത് ഫിൽറ്ററാണ്. ഇവിടെ നമുക്ക് വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് ഈ നമ്മുടെ ഡ്രിപ്പിൻ്റെ പൈപ്പ് ടേപ്പുകൾ അടഞ്ഞു പോകാതിരിക്കാനായിട്ട്, അതിനകത്ത് എന്തെങ്കിലും കരിയൊക്കെ കയറാതിരിക്കാനായിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1.5 പൈപ്പ് വരും. 1.5 പൈപ്പിൽ നിന്ന് അത് റെഡ്യൂസ് ചെയ്ത് 1.25 പൈപ്പ് വരും. 1.25 പൈപ്പിനകത്ത് നമ്മൾ ഇതുപോലെ, ഇതിപ്പോൾ ഒരു ഇതാണ് നമ്മൾ റിഡ്ജ് എടുത്തിരിക്കുന്നത്. ഇതൊരു വരമ്പ് എടുത്തിരിക്കുന്ന ഇതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് നമ്മൾ എപ്പോഴും പൈപ്പ് ഇടേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇതേപോലെ നീളത്തിലുള്ള ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വരുന്ന രീതിയിൽ നടുക്ക് വേണം നമ്മൾ നമ്മളുടെ മെയിൻ പൈപ്പ് ഇടാനായിട്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിനകത്തൂടെയുള്ള വെള്ളം ഒരേ ഫോഴ്സിൽ എല്ലായിടത്തും എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതേപോലെ ഇവിടെ നമ്മളിത് ഹോൾ ചെയ്യും. ഹോൾ ചെയ്ത് അതിനകത്തൊരു ബുഷ് ഇടും. ബുഷ് ഇട്ടിട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടർ ഉണ്ട്, ആ സ്റ്റാർട്ടർ ഇടും. അത് ഞാൻ കാണിച്ചു തരാം, ബുഷും സ്റ്റാർട്ടറും ഒക്കെ. അതിനകത്ത് നമ്മൾ HDP പൈപ്പ് ആദ്യം ഇടും. കാരണം ആദ്യം നമ്മൾ ടേപ്പ് ഇടുന്നതിന് പകരം ആദ്യം HDP ഇടും. അവിടെ നമ്മളൊരു വാൽവ് സെറ്റ് ചെയ്യും. കാരണം നമുക്ക് എന്തെങ്കിലും ഫോഴ്സിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലും വാൽവ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കണക്ടർ. ഇതിനകത്തേക്ക് കയറ്റി ഇത് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുമാണ് ഡ്രിപ്പിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യണമെങ്കിൽ ഈ ഡ്രിപ്പിൻ്റെ ടേപ്പ് വേണം. ഡ്രിപ്പിൻ്റെ ടേപ്പിനാകുമ്പോൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതേപോലത്തെ ഒരു പ്ലോട്ടിൽ ഇപ്പോൾ ഏതാണ്ട് അവിടെ നമ്മളവിടെ മൾച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ കൂടിയൊക്കെ മൾച്ച് ചെയ്ത് വരുമ്പോൾ ഇത് നമ്മളൊന്ന് മാനുവലായിട്ട് നനക്കുക എന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. നമുക്കിതൊരു ദിവസം വേണം ഇതൊന്ന് നനക്കാനായിട്ട്. അപ്പോൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം വരുമ്പോൾ നമ്മൾ ജസ്റ്റ് മോട്ടർ ഓൺ ചെയ്താൽ മാത്രം മതി. എല്ലായിടത്തും അതിൻ്റെ വെള്ളം എത്തും. അതുപോലെ തന്നെ ആ വെള്ളത്തിലൂടെ നമുക്ക് അതിൻ്റെ ചെടിക്ക് വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കയറ്റി വിടാനായിട്ട് പറ്റും. നമുക്ക് സ്ലറി ആണെങ്കിൽ പോലും നമ്മൾ ഫിൽറ്റർ ചെയ്ത് നമുക്കത് കയറ്റി വിടാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ എല്ലാവരും ചേച്ചിമാരെല്ലാം വിരിച്ച് അതിനെ തടയെടുത്തോണ്ടിരിക്കുകയാണ്, കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇതുപോലെ വിരിച്ചതിന് ശേഷം അതിൻ്റെ സൈഡ് അപ്പുറം ഇപ്പുറം മണ്ണ് വെട്ടി കയറ്റിയാണത് ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഈ മൾച്ചിങ് ഷീറ്റൊക്കെ ശരിക്കും നമുക്ക് ഒരു 2-3 കൃഷിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റണം. എന്നാലാണ് നമുക്കതൊരു ഫൈനാൻഷ്യൽ വയബിളായിട്ട് വരുന്നത്. ഇതാണ് ഡ്രിൽ ബിറ്റാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ PVC പൈപ്പ് ഹോൾ ചെയ്യുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അതിനകത്ത് ഇടുന്ന കണക്ടറും ബുഷും സൈസ് അനുസരിച്ച് വേണം നമ്മൾ ഈ ബിറ്റ് വാങ്ങാനായിട്ട്. ഇതിപ്പോൾ 16ൻ്റെ ബിറ്റാണ്. അപ്പോൾ ഈ 16ൻ്റെ ബിറ്റിട്ട് നമ്മൾ തുളച്ചിട്ട് 12ൻ്റെ ഇടാൻ പോകുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ 16ൻ്റെ ബിറ്റാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഡ്രിപ്പ് ടൈപ്പും നമ്മുടെ HDP എല്ലാം 16ആണ് വരുന്നത്. അപ്പോൾ ഇത് 16ൻ്റെ ബിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 16ൻ്റെ ബിറ്റിട്ട് നമുക്ക് തുളച്ചതിന് ശേഷം നമ്മൾ ഈ ബുഷ്, ഇതും 16ൻ്റെ ബുഷാണ്. ഈ ബുഷ് നമ്മൾ ആദ്യം ഇടും. ഈ ബുഷ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനകത്തേക്ക് ഈ സ്റ്റാർട്ടർ നമുക്ക് കയറ്റാൻ പറ്റുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടർ, ഇത് ശ്രദ്ധിക്കുക, ഇത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഭാഗം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കയറ്റണം. അപ്പോഴാണ് നമുക്ക് ആ വെള്ളം കറക്റ്റ് ഫോഴ്സിൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബുഷിനകത്തേക്ക് ഈ സാധനം കയറ്റുക. അതിനകത്ത് നമ്മൾ ഹോൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ സൈഡിലേക്ക് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ വെള്ളം നല്ല ഫോഴ്സിൽ തന്നെ കറക്റ്റായിട്ട് ഔട്ടിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഹോൾ ചെയ്യുക. അതിന് ശേഷം ബുഷ് ഈ രീതിയിൽ അങ്ങനെ നന്നായിട്ടൊന്ന് ജെൻറ്റിൽ പ്രഷർ കഴിഞ്ഞാൽ അത് കയറിപ്പോവും. അതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടർ എടുക്കുക. സ്റ്റാർട്ടർ എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടർ നമുക്ക് നമ്മളുടെ ആ ബിറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് അകത്തേക്ക് കയറ്റാൻ പറ്റും. കേട്ടോ, സ്റ്റാർട്ടർ കയറ്റുമ്പോൾ എപ്പോഴും അതിൻ്റെ ആ ടിപ്പ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. അത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഫോഴ്സിൽ വെള്ളം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. കേട്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കയറും.
ഇതല്ലാതെ നമ്മൾ കൈവച്ചൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. ഇത് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അകത്തേക്ക് കയറ്റാനായിട്ട് സാധിക്കും. ഈ പൈപ്പ് HDPയുടെ ആ പൈപ്പ് നമ്മൾ ആദ്യം കയറ്റും. എന്നുവെച്ചാൽ നമ്മൾ ഇവിടുന്ന് കണക്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഈ റിഡ്ജിനകത്തേക്ക് കയറ്റുമ്പോൾ ഒരു ഹൈറ്റ് വരും. അപ്പോൾ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഈ പൈപ്പ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അവിടെ നമ്മൾ ഒരു വാൽവ് ഇട്ട് കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 16-ൻ്റെ HD പൈപ്പ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് വാൽവ് സെറ്റ് ചെയ്യും. ആ വാൽവ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ടറിലേക്ക് ഘടിപ്പിക്കുന്നത്. കാരണം HD പൈപ്പിൽ നിന്നുള്ള വാൽവ് ശരിക്കും നമ്മളുടെ ഈ 16-ൻ്റെ ടേപ്പിലേക്ക് ലോക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് വരുന്നത്. വാൽവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ലോക്ക് സിസ്റ്റം വരുന്ന വാൽവ് തന്നെ വേണം. എന്നാലാണ് നമുക്ക് ഈ ടേപ്പിനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ടേപ്പ് നമ്മൾ ഇതിനകത്തേക്ക് കയറ്റും, എന്നിട്ട് ഇത് സ്ട്രൈറ്റ് തിരിച്ച് ഇതിനെ ലോക്ക് ചെയ്യും. ഇതേപോലെ ടേപ്പ് നമ്മൾ അതിൻ്റെ ഒരു എൻഡിലേക്ക് കയറ്റുക. എൻഡിലേക്ക് കയറ്റി ഇങ്ങനെ തിരിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ആ ലോക്ക് വലിച്ചിടുക. അപ്പോൾ കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് ഇരിക്കും അത്. അപ്പോൾ ആ സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ പൈപ്പ് പോവുകയാണ്. ഇപ്പോൾ പൈപ്പിന് എവിടെയെങ്കിലും നമുക്കൊരു കട്ട് ചെയ്ത് ഇത്ര നീളം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ജോയിൻറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ജോയിൻറ്റ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് 2 സൈഡിലും ഈ ടേപ്പ് കയറ്റി കൊടുക്കുക. ടേപ്പ് കയറ്റി കൊടുത്തിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതേപോലെ ആ ഡബിൾ സൈഡ് കണക്ടർ എടുക്കുക. അതിനുശേഷം അതിൻ്റെ 2 എൻഡിലേക്ക് നമുക്ക് ഈ നമ്മുടെ പൈപ്പ് കയറ്റി കൊടുക്കാം. പൈപ്പ് കയറ്റി കൊടുത്ത് ഒരെൻഡിലേക്ക് പൈപ്പ് കയറ്റി കൊടുത്ത് ആദ്യം അതിനെ ലോക്ക് ചെയ്യുക. അതിനുശേഷം അപ്പുറത്തെ എൻഡിൽ ലോക്ക് ചെയ്ത് നമുക്കതൊരു സിംഗിൾ പൈപ്പായിട്ട് കണക്ട് ചെയ്തിടാം. ഞാൻ ആ കാണിച്ച കണക്ടർ ഇപ്പോൾ ഈ പൈപ്പ് 2 മുറിഞ്ഞ 2 പീസായിരുന്നു. അപ്പോൾ ആ പൈപ്പിനെ ജോയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് 2 പീസ് പൈപ്പാണെങ്കിൽ ഈ ഒരു കണക്ടർ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ അതിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. തന്നെ ഇത് നമ്മൾ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മൾ HDPയിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത് നമ്മൾ വെച്ചിട്ട് നമ്മൾ ടാഗ് അടിച്ചാണെങ്കിലും നമുക്ക് ഇത് നമ്മൾ ബുഷ് എൻഡ് ഗ്യാപ്പാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ടേപ്പ് കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നമുക്ക് എൻഡിൽ വന്നിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇതുപോലെ നമ്മൾ എൻഡ് ഗ്യാപ്പ് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം. അപ്പോൾ ഈ പൈപ്പ് നല്ല കറക്റ്റ് ടൈറ്റായിട്ട് അങ്ങനെ നിൽക്കും. ഈ വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെയിൽ വരുമ്പോൾ ഇത് വികസിക്കുന്ന അനുസരിച്ച് ഇതുപോലെ മടങ്ങി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ഇതിൻ്റെ എൻഡ് കെട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ മിക്കവാറും തന്നെ അത് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത വരുമ്പോഴത്തേക്കും ഈ ഷീറ്റ് ചൂടാകുമ്പോൾ ഈ ടേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഇത് ശരിക്കും നമുക്ക് വെള്ളം കൃത്യമായിട്ട് കിട്ടാതെ മടങ്ങി പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഇവിടെ ഇതുപോലെ ഒരു സ്റ്റമ്പ് നമ്മൾ അടിക്കണം. അതിനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ശരിക്കും ഒരു ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഒരു നമുക്ക് ഡ്രിൽ ബിറ്റ് വേണം, ഒരു ബുഷ് വേണം, സ്ട്രൈറ്റ് വേണം, വാൽവ് വേണം. അതുപോലെ ഇത്രയും വളരെ സിമ്പിളായിട്ട് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ശരിക്കും ഡ്രിപ്പ് ഇറിഗേഷന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷനെ കുറിച്ചുള്ള വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.